അടുത്ത ഇതിനകത്ത് പ്രോബ്ലം തന്നെ എങ്ങനെയാണ്, ഷോ ദാറ്റ് ഒരു ഗ്രൂപ്പ് വന്നിട്ട് അത് അബിലിയൻ ഗ്രൂപ്പാണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞേക്കാണ്. അപ്പോൾ ഇവിടുത്തെ എ എന്ന് പറയുന്ന സെറ്റ് നമുക്ക് തന്നിരിക്കുന്നത് എ ബിലോങ്സ് ടു ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ, റാഷണൽ നമ്പേഴ്സ്, ആൻഡ് എ ഇസ് നോട്ട് ഈക്വൽ ടു -1 തന്നിട്ടുണ്ട്. ആൻഡ് ഫോർ എനി എ ബി ബിലോങ്സ് ടു എ സ്റ്റാർ ബി എന്നുള്ളത് എ പ്ലസ് ബി പ്ലസ് എ ബി ആണ്. ഇത്രയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിനകത്ത് ഒരു സാധനം നമുക്ക് അബിലിയൻ ഗ്രൂപ്പാണെന്ന് പ്രൂവ് ചെയ്യാൻ ചോദിക്കുമ്പോൾ അബിലിയൻ ഗ്രൂപ്പാണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അബിലിയൻ ഗ്രൂപ്പിൻ്റെ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ്, 5 പ്രോപ്പർട്ടീസ് വേണമെന്ന് പറഞ്ഞു. ക്ലോഷർ പ്രോപ്പർട്ടി, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി, എക്സിസ്റ്റൻസ് ഓഫ് ഐഡൻറ്റിറ്റി എലമെൻറ്റ്, എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ് എലമെൻറ്റ്, ദെൻ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. ഈ 5 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണെന്ന് പ്രൂവ് ചെയ്യാം, അത് അബിലിയൻ ഗ്രൂപ്പാണെന്ന് നമുക്ക് പറയാം. അപ്പം ഇതിന് അബിലിയൻ ഗ്രൂപ്പാണെന്ന് പ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 1 by 1 ഓരോ പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് പറയാം. അപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്തായിരുന്നു, ക്ലോഷർ പ്രോപ്പർട്ടി. ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞത്, എ ബി എടുത്തു കഴിഞ്ഞാൽ ബിലോങ്സ് ടു എക്കകത്തുണ്ടെങ്കിൽ ദെൻ എന്തുണ്ടാവണം, എ സ്റ്റാർ ബി ബിലോങ്സ് ടു എക്കകത്തുണ്ടാവണം. ഇവിടെ എ ബി, ലെറ്റ് എ ബി ബിലോങ്സ് ടു എ, ലെറ്റ് എ കോമ ബി ബിലോങ്സ് ടു എ. ദെൻ വാട്ട് ഈസ് എ സ്റ്റാർ ബി, ഇവിടെ തന്നിട്ടുണ്ട് എ പ്ലസ് ബി പ്ലസ് എ ബി എന്നുള്ളത്. അപ്പോൾ അതാണ് എ സ്റ്റാർ ബി. അപ്പോൾ അതുകൊണ്ട് എന്താണ് അത് ഇറ്റ് ബിലോങ്സ് ടു ദിസ് എ, അതാണ് ഗിവൻ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുക. അപ്പോൾ എന്താ പറയുക, ഇത് ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ദെൻ സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താ, സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഏത് പ്രോപ്പർട്ടിയാണ്, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. അപ്പോൾ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അടുത്തത് കൊടുക്കുക. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വേണം, 3 എലമെൻസിന് വേണം. എ ബി സി ബിലോങ്സ് ടു എ, 3 എലമെൻറ്റ്സ് ഞാൻ എൻ്റെ അകത്തുള്ള 3 എലമെൻറ്റ്സിന് എടുത്തു. എന്നിട്ട് എനിക്ക് എന്ത് പ്രൂവ് ചെയ്യണം, എ സ്റ്റാർ ബി സ്റ്റാർ സി ഇസ് ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി. ഇങ്ങനെ ഏത് ഓർഡറിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. എ സ്റ്റാർ ബി ആദ്യം ചെയ്തിട്ട് ബി അങ്ങനെ ചെയ്യാം, എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാൻ ഇത് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ LHS എടുക്കുക. LHS എ സ്റ്റാർ ബി സ്റ്റാർ സി എന്നാണ്. ഇതാദ്യം സോൾവ് ചെയ്യാം. what is a star b star c, a star, what is b star c, a star b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a പ്ലസ് ഫസ്റ്റ് ടേം പ്ലസ് സെക്കൻഡ് ടേം പ്ലസ് ഫസ്റ്റ് ടേം ഇൻറ്റു സെക്കൻഡ് ടേം. അപ്പോൾ വാട്ട് ഈസ് ബി സ്റ്റാർ സി എന്ന് പറയുമ്പോൾ എങ്ങനെ വരും, ഫസ്റ്റ് ടേം ബി പ്ലസ് സെക്കൻഡ് ടേം സി പ്ലസ് 2 ടേം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് സി, ഇതല്ലേ വരണം. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് എനിക്കിങ്ങനെ എഴുതാം, വാട്ട് ഈസ് എ സ്റ്റാർ ബി പ്ലസ് ഇതിനെ ചെയ്യാം. അതായത് എ സ്റ്റാർ ബി വരുമ്പോൾ ഫസ്റ്റ് ടേം പ്ലസ് സെക്കൻഡ് ടേം പ്ലസ് ഫസ്റ്റ് ടേം ഇൻറ്റു സെക്കൻഡ് ടേം. ഇതെങ്ങനെ വരും, ഫസ്റ്റ് ടേം ഈസ് എ, സെക്കൻഡ് ടേം ഈസ് ബി പ്ലസ് സി പ്ലസ് ബി സി പ്ലസ് തേർഡ് ടേം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടേം ഇൻറ്റു സെക്കൻഡ് ടേം. അപ്പോൾ എ ഇൻറ്റു ബി പ്ലസ് സി പ്ലസ് ബി സി എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ബി സി പ്ലസ് എ ബി പ്ലസ് എ സി പ്ലസ് എ ബി സി എന്ന് വരും. അപ്പോൾ ഇതാണ് എനിക്കൊരു LHS കിട്ടുക. ഇനി അതിൻ്റെ RHS എടുക്കുക. RHS എന്ന് പറയുമ്പോൾ എങ്ങനെ വരും, എ സ്റ്റാർ ബി സ്റ്റാർ സി, ദാറ്റ് ഈസ് എ സ്റ്റാർ ബി എ പ്ലസ് ബി പ്ലസ് എ ബി സ്റ്റാർ സി. ഫസ്റ്റ് ടേം എ പ്ലസ് ബി പ്ലസ് എ ബി പ്ലസ് സെക്കൻഡ് ടേം സി പ്ലസ് ഫസ്റ്റ് ടേം ഇൻറ്റു സെക്കൻഡ് ടേം എ പ്ലസ് ബി പ്ലസ് എ ബി ഇൻറ്റു സി. ഇതെങ്ങനെ വരും, എ പ്ലസ് ബി പ്ലസ് എ ബി പ്ലസ് സി പ്ലസ് എ സി പ്ലസ് ബി സി പ്ലസ് എ ബി സി. ഇവിടെ നോക്കിക്കേ, ഈ എ ബി ബി സി സി ബി സി ബി സി എ ബി എ സി എ ബി സി എ ബി സി. നമുക്ക് എന്ത് കിട്ടി, എ സ്റ്റാർ ബി സ്റ്റാർ സി ഈസ് ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി എന്ന് കിട്ടി. അതായത് ദാറ്റ് ഈസ് ഇറ്റ് സാറ്റിസ്ഫൈസ്, ഇറ്റ് ഈസ് അസോസിയേറ്റീവ്. ഇത് അസോസിയേറ്റീവ് ആണ് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി വാട്ട് ഈസ് തേർഡ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ എക്സിസ്റ്റൻസ് ഓഫ് ഐഡൻറ്റിറ്റി എലമെൻറ്റ്. അതായത് ഞാൻ ഇതിനെ ഒരു എലമെൻറ്റിനെ എ എടുക്കുകയാണ്, ലെറ്റ് എ എന്ന് പറയുന്നത് ബിലോങ്സ് ടു എ. ഇതിനെ ഞാൻ എന്തെടുക്കണം, എയുടെ കൂടെ ഒരു എലമെൻറ്റിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എ തന്നെ കിട്ടണം. ദാറ്റ് ഈസ് എ സ്റ്റാർ ഇ ചെയ്യുമ്പോൾ എനിക്ക് എ തന്നെ കിട്ടണം. അപ്പോൾ എനിക്ക് ഇ ഇവിടെ ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിച്ച് വയ്ക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, എ സ്റ്റാർ ഇ, ഈ ഇക്വേഷൻ വെച്ചിട്ട് എനിക്ക് എങ്ങനെ എഴുതാം, എ സ്റ്റാർ ഇ ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, ഫസ്റ്റ് ടേം എ പ്ലസ് സെക്കൻഡ് ടേം ഇ പ്ലസ് ഫസ്റ്റ് ടേം ഇൻറ്റു സെക്കൻഡ് ടേം അല്ലേ. ഇത് ഈക്വൽ ടു എനിക്ക് എ എന്നാണ് പ്രൂവ് ചെയ്തുകൊണ്ട് വരേണ്ടത്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ഇ എന്താണെന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഞാനിവിടെ ഇ പ്ലസ് എ ഈസ് ഈക്വൽ ടു എ മൈനസ് എ, 0 എന്ന് വരുമല്ലോ.
അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് ഈ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 1 + a = 0 എന്ന് വരും. അപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ മീനിങ് എന്നാ, ഒന്നല്ലെങ്കിൽ ഈ 0 ആവണം, അല്ലെങ്കിൽ 1 + a = 0 ആവണം. 1 + a 0 ആവണം എന്നുണ്ടെങ്കിൽ ഗിവൺ എന്താണ് തന്നേക്കണത്, നമുക്ക് ക്വസ്റ്റ്യൻ്റെ അകത്ത് ഇവിടെ a ഈസ് നോട്ട് ഈക്വൽ ടു -1 തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടെ a = -1 ആയാലാണ് ഈ ടേം 0 ആവുള്ളൂ. അതായത് a ഈസ് നോട്ട് ഈക്വൽ ടു -1 തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇംപ്ലൈസ് e = 0. അപ്പോൾ എനിക്കിവിടെ എന്ത് കിട്ടി, ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഈസ് 0 എന്ന് കിട്ടി. ഇനി വാട്ട് ഈസ് ഫോർത്ത് പ്രോപ്പർട്ടി? ഫോർത്ത് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ് എലമെൻ്റ് ആണ്. ഇൻവേഴ്സ് എലമെൻ്റ് എന്ന് പറയുമ്പോൾ എന്താ, ഒരു എലമെൻറ്റിൻ്റെ കൂടെ വേറൊരു ഇൻവേഴ്സ് എലമെൻറ്റിനെ ഞാൻ ചെയ്യുമ്പോൾ, സ്റ്റാർ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടണം, ഐഡൻറ്റിറ്റി എലമെൻറ്റ് കിട്ടണം. അതായത് എ സ്റ്റാർ ചില സ്ഥലങ്ങളിൽ നിങ്ങൾ ബി എന്ന് ഡിനോട്ട് ചെയ്യും, ചില സ്ഥലങ്ങളിൽ ഇൻവേഴ്സ് എന്ന് റെപ്രസെൻ്റ് ചെയ്യും. അത് എന്ത് ചെയ്താലും കുഴപ്പമില്ല. ഞാനിവിടെ ക്ലാസ്സിൽ a*b = e അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ a*b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a + b + ab = e. ഇതാണ് എനിക്ക് പ്രൂവ് ചെയ്ത്. എന്തുകൊണ്ടാണ് ബിയിലേക്ക് അത് സോൾവ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ b + ab = e - a. ഇനി ഇതിൻ്റെ അകത്തുനിന്ന് b എടുത്തു കഴിഞ്ഞാൽ 1 + a വാട്ട് ഈസ് e - a? e എന്ന് പറയുന്നത് ഇവിടുത്തെ എന്താണ്, 0 ആണ്. 0 - a എന്ന് പറയുമ്പോൾ -a. ദാറ്റ് ഈസ് b. അപ്പോൾ -a ഡിവൈഡഡ് ബൈ 1 + a. അപ്പോൾ ഇവിടുത്തെ ഇൻവേഴ്സ് എലമെൻ്റ് എന്ന് കിട്ടി, -a ഡിവൈഡഡ് ബൈ 1 + a എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ് എലമെൻറ്റും ഉണ്ട്, ഇൻവേഴ്സ് എലമെൻറ്റും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഐഡൻറ്റിറ്റി എലമെൻറ്റും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് രണ്ടും കിട്ടി. ഇനി അടുത്ത പ്രോപ്പർട്ടി എന്താണ്, ലാസ്റ്റ് പ്രോപ്പർട്ടി ഈസ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. അപ്പോൾ ഇതിനെ കമ്മ്യൂട്ടേറ്റീവ് ആണെന്നും കൂടി എനിക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഞാനിതിനെ കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യുക. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ എന്താണ്, a*b = b*a എന്ന് എനിക്ക് പ്രൂവ് ചെയ്യണം. ദാറ്റ് ഈസ് a*b. a*b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a*b = a + b + ab. ദാറ്റ് ഈസ് b*a എന്ന് പറയുമ്പോൾ b + a + ba. ഇത് രണ്ടും സെയിം തന്നെയല്ലേ. ദാറ്റ് ഈസ് ദിസ് ഈസ് ഈക്വൽ ടു b a + b + ab എന്ന് എനിക്ക് എഴുതാമല്ലോ. അതുകൊണ്ട് അത് രണ്ടും ഇത് ഇവിടെ കമൻറ്റ് എഴുതണം കേട്ടോ. ഇത് രണ്ടും ഈക്വലാണ്. ദാറ്റ് ഈസ് LHS = RHS ആണ്. അതുകൊണ്ട് എന്താണ്, ഇത് കമ്മ്യൂട്ടേറ്റീവ് ആണ്. അപ്പം ഇവിടെ നോക്കിക്കേ, നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ അകത്ത് ഫസ്റ്റ് നമ്മൾ ക്ലോഷർ പ്രോപ്പർട്ടി ചെക്ക് ചെയ്യണു, അത് ഓക്കെയാണ്. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ചെക്ക് ചെയ്യണു, ഓക്കെയാണ്. ദെൻ ഐഡൻറ്റിറ്റി എലമെൻറ്റിനെ കണ്ടുപിടിച്ചു, 0 എന്ന് കിട്ടി. അത് വെച്ചുകൊണ്ട് എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ് എലമെൻറ്റും കണ്ടുപിടിച്ചു, -a ഡിവൈഡഡ് ബൈ 1 + a. ദെൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഇത്രയും കാര്യങ്ങൾ പ്രൂവ് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് എ എന്ന് പറയുന്നത് എന്താണ്, ഒരു അബെലിയൻ ഗ്രൂപ്പാണ്. അങ്ങനെ